മറ്റുള്ളവരുടെ മനസ്സ് വായിക്കൽ സാധ്യമോ? ഈസ് മൈൻഡ് റീഡിംഗ് പോസിബിൾ? നമ്മുടെ ചിന്തകൾ നമ്മുടെ ഏറ്റവും സ്വകാര്യമായ കാര്യമാണ്. ഏറ്റവും സ്വന്തമായ, ഒരിക്കലും പുറത്തുനിന്നുള്ള ആർക്കും പ്രവേശനമില്ലാത്ത ഒരു മേഖല ആണ് നമ്മുടെ ചിന്തകൾ. അതുകൊണ്ടാണ് നമ്മുടെ പാസ്വേഡുകളൊക്കെ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നത്. നമ്മുടെ തലയ്ക്കുള്ളിലേക്ക് നമ്മുടെ ചിന്തകൾ അറിയാൻ ആരെങ്കിലും എത്തിനോക്കുന്നു എന്ന ആശയം തന്നെ നമ്മെ ഭീതിപ്പെടുത്തുന്ന ഒന്നാണ്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പോകുന്ന മൈൻഡ് റീഡിംഗ് ടെക്നോളജി വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ധാർമ്മികവും നിയമപരവുമായ തടസ്സങ്ങൾ മൈൻഡ് റീഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ബ്രെയിൻ അഥവാ മസ്തിഷ്കം തന്നെ വളരെ സങ്കീർണമായ ഒരു അവയവവുമാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ തലച്ചോറിലുണ്ടാകുന്ന ഇലക്ട്രിക്കൽ പാറ്റേൺസ് ശാസ്ത്രീയമായി വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ രംഗത്തെ വിദഗ്ധർ. നമ്മൾ ഒരു വസ്തുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തലച്ചോറിലെ ഒരു പ്രത്യേക ഭാഗം സജീവമാകുന്നു. ഒരു നമ്പർ നമ്മൾ ഓർക്കുമ്പോൾ മസ്തിഷ്കത്തിലെ മറ്റൊരു ഭാഗമായിരിക്കും സജീവമാകുന്നത്. ഒരു വാചകം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുമ്പോൾ മസ്തിഷ്കത്തിലെ ബന്ധപ്പെട്ട ഭാഗങ്ങൾ സജീവമാകുന്നു. തലയിൽ ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ച് ഏത് ഭാഗമാണ് സജീവമാകുന്നത് എന്ന് അറിയാൻ പറ്റും. നമ്മൾ ചിന്തിക്കുമ്പോൾ തലച്ചോറിലുണ്ടാകുന്ന ഇത്തരം വ്യതിരിക്തമായ പാറ്റേണുകൾ ഗവേഷകർ തിരിച്ചറിയുകയും അതുവെച്ച് പാറ്റേണുകളുടെ ഒരു ന്യൂറൽ ഡിക്ഷണറി നിർമ്മിക്കാനും അവർ ശ്രമിക്കുന്നു. ഇത് വിജയിക്കുകയാണെങ്കിൽ ഓരോ പാറ്റേണും ഉണ്ടാകുമ്പോൾ ഡിക്ഷണറി നോക്കി എന്താണ് ഒരാൾ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത ഘട്ടത്തിൽ ഇലക്ട്രോഡുകൾ ഘടിപ്പിക്കാതെ തന്നെ മൈൻഡ് റീഡിംഗ് സാധ്യമാക്കാനുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ കൂടുതൽ സുതാര്യമായ ഒരു ലോകമായിരിക്കും ഉണ്ടാകുക. മറ്റൊരാൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞാൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് അത് കാരണം ഉണ്ടാകുകയെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. എങ്കിലും പലരും ഇതിനെ പോസിറ്റീവായാണ് കാണുന്നത്. മനസ്സ് സുതാര്യമാകുമ്പോൾ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായും അറിയാൻ കഴിയുന്നു. ആർക്കും ഒന്നും പൂർണ്ണമായി ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല. പരസ്പരം അകാരണമായി ഉണ്ടാകുന്ന സംശയങ്ങളും പരസ്പര ഭയങ്ങളും കുറയാനാണ് സാധ്യത. ഒരാളുടെ ചിന്തയിലെ പോരായ്മ മറ്റൊരാൾക്ക് മനസ്സിലായാൽ അയാളോടുള്ള വിദ്വേഷം കുറയുകയും കൂടുതൽ കരുതൽ അയാളോട് ഉണ്ടാകുകയും ചെയ്യും. മറ്റേയാളുടെ ചിന്താരീതിയിലെ പോരായ്മ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലായാൽ ഏതു തരത്തിൽ പറഞ്ഞാലാണ് മറ്റേയാൾക്ക് മനസ്സിലാകുക എന്ന് തിരിച്ചറിയാനും കഴിയും. അങ്ങനെ വന്നാൽ വലിയ വാദപ്രതിവാദങ്ങളുടെയും അനന്തമായി തുടരുന്ന ചർച്ചകളുടെയും ആവശ്യം തന്നെ ഇല്ലാതാകും. കാര്യങ്ങളിൽ ഇപ്പോഴുള്ളതിനേക്കാളും വേഗത്തിൽ തീരുമാനമുണ്ടാകും. മറ്റൊരാൾക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്കും അറിയാൻ കഴിയും. ചിന്തകളുടെ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്ത് വളരെ വേഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും ഒരുപാട് ദോഷങ്ങളും മൈൻഡ് റീഡിംഗ് വികാസം പ്രാപിക്കുന്നതോടെ രംഗത്ത് വരാം. ഒരാളുടെ ചിന്ത എന്താണെന്ന് അറിയാൻ കഴിഞ്ഞാൽ അയാളുടെ ബുദ്ധിപരമായ കഴിവ് മനസ്സിലാക്കാൻ കഴിയും. പോരായ്മയുള്ള മേഖലകൾ മനസ്സിലാക്കി അതിലൂടെ അദ്ദേഹത്തെ പലവിധ ചൂഷണങ്ങൾക്ക് വിധേയമാക്കാൻ കഴിയും. ഇത് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. മൈൻഡ് റീഡിംഗ് ടെക്നോളജി ഇപ്പോഴും അതിൻ്റെ ശൈശവാവസ്ഥയിലാണ്. സങ്കീർണമായ ചിന്തകൾ വ്യാഖ്യാനിക്കാനുള്ള കഴിവ് ആർജിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഇപ്പോൾ നമ്മുടെ മസ്തിഷ്കം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള ചില ഇൻസൈറ്റുകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും മൈൻഡ് റീഡിംഗ് ടെക്നോളജിയുടെ സാധ്യത അനന്തമാണ്, ദൂരവ്യാപകമാണ്. ഓട്ടിസം എന്താണെന്ന് മനസ്സിലാക്കുന്നത് മുതൽ ഒരു വ്യക്തിയുടെ തീരുമാനം മുൻകൂട്ടി അറിയാൻ കഴിയുക എന്നത് വരെ നീളുന്നു അതിൻ്റെ സാധ്യതകൾ. മറ്റൊരാളിൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചാൽ അവസാനമില്ലാത്ത സാധ്യതകളാണ് തുറന്നു വരുന്നത്.